അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് നിലമ്പൂർ മണ്ഡലം. ആ മണ്ഡലത്തിന് പറയാനുണ്ട് അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച്. ഞാൻ ചന്തക്കുന്നിലാണുള്ളത്. അൻവറിന്റെ ആദ്യ പൊതുസമ്മേളനം നടന്ന ചന്തക്കുന്നിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിർണായകമായ ഒരു രാഷ്ട്രീയ തീരുമാനം നിങ്ങളുടെ MLA എടുത്തിരിക്കുകയാണ്, രാജിവെച്ചിരിക്കുകയാണ്. MLA ആണ്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇനിയിപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. കാരണം അതന്നെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇവിടെ UDFനാണ് ചാൻസ്. UDF നല്ല ശക്തമായിട്ട് നിലയിൽ തിരിച്ചു വരും. പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെയും അതുപോലെ തന്നെ ഇവിടെ MLA ഇല്ലാതെ ആയിട്ട് തന്നെ 1-2 വർഷമായി. അതും കൂടി ചേർത്ത് ഇവിടെ UDF സംവിധാനം വളരെ കർക്കശ നിലയിൽ പ്രവർത്തിച്ചിട്ട് ഏകദേശം ഒരു 10-20,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു സംവിധാനമാണ് നിലമ്പൂരിലുണ്ടാവുക. അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അൻവർ മത്സരരംഗത്തിൽ ആര് മത്സരരംഗത്ത് ഇറങ്ങിയാലും ഇനി ഇവിടെ UDFനാണ് ചാൻസ്. ഈ UDF തന്നെ അൻവറിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നില്ലേ? അത് UDFൻ്റെ നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണോ വരുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വിജയം സുനിശ്ചിതമാണ്. നമ്മൾ UDFിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മളിവിടെ 100% UDF ജയിക്കുമെന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. വീണ്ടും മത്സരം ഉണ്ടാവും, അൻവറിനെ ജയിക്കും. അൻവർ ജയിക്കും. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ അൻവറിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ UDF പിന്തുണച്ചാലും അല്ലെങ്കിൽ സ്വതന്ത്രമായി നിന്നാലും അൻവർ തന്നെ ജയിക്കും. അൻവറിനെ ജയിക്കും. അൻവറിന് അങ്ങനെ ഒരു പിന്തുണയുണ്ടോ നിലമ്പൂർ? ഉണ്ട്. യാതൊരു വിഭാഗത്തിൻ്റെയോ അല്ലാതായ ഒരു പിന്തുണ PV അൻവറിനുണ്ട്. ഉണ്ട്. അത്തരത്തിലൊരു പിന്തുണ PV അൻവറിനുണ്ടോ നിലമ്പൂര്? ഉണ്ട്. പിന്തുണ ഉണ്ട്. നമുക്ക് പറയാനുള്ളത് അൻവർ ഇനി മത്സരിച്ച് കഴിഞ്ഞാൽ ഇനിയും തോൽക്കും എന്നുള്ളതാണ് പറയാനുള്ളത്, അല്ലാതെ വേറെ ഇതില്ല. അൻവർ ഉയർത്തിയ വിഷയങ്ങളോടൊന്നും പിന്തുണയില്ലേ? അതിനോടൊന്നും ഒരു പിന്തുണയില്ല. PV അൻവർ ഇനറല്ലേ ഇവിടെ നിലമ്പൂരിനുമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിന് നല്ല ആളിനായിരുന്നു. അപ്പോൾ ഇനി PV അൻവർ സ്വതന്ത്രമായിട്ട് നിന്നാലും നമ്മൾ PV അൻവറിന് ഒപ്പം നിൽക്കുള്ളൂ. അതാണ് നമ്മൾ നിലപാട്. അൻവറിനും ജയിക്കും, അതിനെ നമുക്ക് പറയാം. ഏത് മുന്നണിക്കൊപ്പായാലും സ്വതന്ത്രനായി ഒറ്റയ്ക്ക് നിന്നാലും അൻവർ നമ്മളുണ്ടാവും. അൻവർ ഇവിടെ തന്നെ ഉണ്ടാവും. 100% പരാജയമാണ്. ഇനി ആരുടെ ഒപ്പമായിരിക്കും നിലമ്പൂര്? UDFൻ്റെ ഒപ്പമായിരിക്കും. അപ്പോൾ UDF അൻവറിന് പിന്തുണ കൊടുത്താൽ പോലും അങ്ങനെയല്ല, പിന്തുണ കൊടുക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ അവിടെ. UDF അൻവറിനെ താങ്ങുന്ന പ്രശ്നം വരുന്നില്ല. തൃണമൂൽ കോൺഗ്രസിലല്ലേ? കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റൂല അല്ലേ? അംഗീകരിക്കാൻ പറ്റായിട്ടല്ല പറയണത്. ഇന്ത്യ മുന്നണിയിൽ പെട്ടതാണെങ്കിലും നിലമ്പൂർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ CPM ഇന്ത്യ മുന്നണിയില്ലല്ലേ. കോൺഗ്രസിൻ്റെ തമിഴ്നാടിൽ നിന്നും ഇങ്ങനെ 2-3 MP ജയിച്ചു പോയതല്ലേ. പക്ഷേ എന്നിട്ടും കോൺഗ്രസിനല്ലേ എതിർക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് CPMൻ്റെ ലക്ഷ്യം. അതന്നെ BJPൻ്റെ ലക്ഷ്യം. BJPൻ്റെ B ടീമാണ് ഈ CPM. ഇടതുപക്ഷത്തിൻ്റെ ഇതിലായപ്പോൾ പിന്തുണ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പോയി. കാര്യം ഇവിടെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നതൊക്കെ ഇവിടെ തന്നെയാണ്. എങ്കിലും നിന്നാൽ ജയിക്കാൻ പ്രയാസം. PV അൻവർ ഉയർത്തിയ വിഷയങ്ങളോട് യോജിപ്പുണ്ടോ? വിഷയങ്ങളോടൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം, പറയണം, ചോദിച്ചണം ഒക്കെ. പക്ഷേ ജയിക്കുന്നില്ല അഭിപ്രായം നമുക്കില്ല. ജനങ്ങൾക്ക് ഇത് മടുത്തു കഴിഞ്ഞു. UDF അൻവറിന് പിന്തുണ കൊടുത്താലോ? UDF അൻവറിന് പിന്തുണ കൊടുത്താൽ അൻവർ നിൽക്കില്ലല്ലോ. അൻവറിന് ചാൻസ് ഇല്ലല്ലോ ഇനി. അതുകൊണ്ട് ജയിക്കാൻ പ്രയാസം, ജയിക്കൂല.